കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവപ്രിയനെയാണ്. ഈ കുട്ടി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. ഇപ്പൊ ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ശുഭകാര്യത്തിന് വരുമ്പോ വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ട. ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ ഒരു ഫണ്ണി സൈഡിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടിയുടെ കണ്ടന്റും അല്ലെങ്കിൽ റിയൽ ലൈഫായിട്ട് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെ. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനായിട്ടും വിവാഹം കഴിക്കാനായിട്ടും ഒരു പങ്കാളിയോടൊപ്പം ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ രാജ്യം കൊടുക്കുന്നുണ്ട്. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, 19 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒരുമിച്ച് നിൽക്കേണ്ട, തോള് കൊടുക്കേണ്ട, സപ്പോർട്ട് കൊടുക്കേണ്ട ആളുകളൊക്കെ വട്ടം കൂടിയെന്ന് ആക്രമിക്കുകയാണ്. അത് ശരിയാ, നായ നടുക്കാരിൽ ചെന്നാലും ശരി അത് നക്കിയേ കുടിക്കുള്ളൂ. ഈ സദാചാരവാദികളും പുരോഗമനവാദികളും ഒക്കെ പറയുന്ന ഒരു വലിയ കമന്റ്, ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസ് നീ മീറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി. അടിസ്ഥാനപരമായി നമ്മൾ മറ്റാരുടെയും എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. അതങ്ങനെ ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ ഇതിനകത്ത് വല്ലതും വേണം. രണ്ടു കൂട്ടരും, സദാചാരവാദികളും പുരോഗമനവാദികളും ഒക്കെ ചെയ്യുന്നത് സദാചാര പരിപാടി തന്നെയാണ്. ഈ രണ്ടു കൂട്ടരും ആ പെൺകുട്ടിയെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ പുലിമല ഇറങ്ങി പോടാ.